എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജൂൺ 25-ന് ഹോർമുസ് കടലിടുക്ക് കടന്ന് ഒമാൻ കടലിൽ പ്രവേശിച്ച എവർ ലവ്ലി എന്ന ചരക്ക് കപ്പലിന്റെ നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് പകരമായി വെള്ളിയാഴ്ച രാത്രി യുഎസിന്റെ 6 യുദ്ധവിമാനങ്ങൾ ഇറാന്റെ തെക്കൻ തീരപ്രദേശങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത ബോംബാക്രമണമാണ് നടത്തിയത്. തൊട്ടു പിന്നാലെ ഇന്ന് വെളുപ്പിന് ഇറാൻ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ എല്ലാ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും അതിശക്തമായി തിരിച്ചടിച്ചതോടെ ഇറാനും അമേരിക്കയും തമ്മിൽ ജനീവയിൽ വെച്ച് ഒപ്പുവെച്ച കരാർ ഇപ്പോൾ അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. 60 ദിവസത്തെ കരാർ കാലാവധി പോലും കാത്തിരിക്കാനോ ക്ഷമിക്കാനോ ഇരു കൂട്ടർക്കും കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ അടിയും തിരിച്ചടിയും ഉണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടതുണ്ട്. ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കടലിനടിയിൽ ഇറാൻ നിക്ഷേപിച്ച ബോംബുകളെ ഭയന്നുകൊണ്ട് കപ്പലുകൾ ഹോർമുസ് കടക്കാൻ മടിച്ചു നിൽക്കുകയാണ്. 1150 കപ്പലുകളാണ് ഇങ്ങനെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഇതിൽ കോടിക്കണക്കിന് ഡോളറിന്റെ വിലപിടിച്ച വസ്തുക്കളാണുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ കപ്പലുകളെ കടലിടുക്കിന്റെ മധ്യഭാഗത്തൂടി സഞ്ചരിക്കുന്നതിന് പകരം മൈനുകളില്ലാത്ത ഭാഗത്തുകൂടി രഹസ്യമായി നീക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം ഇന്റർനാഷണൽ മാരിടൈം നടത്തുന്നതിനിടെ അതിലൊരു ചരക്ക് കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായത് ട്രംപിനെ വല്ലാതെ പ്രകോപിക്കുകയുണ്ടായി. ഇറാൻ ഇങ്ങനെ കപ്പലുകളെ ആക്രമിക്കുന്നത് കരാർ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഇറാനെ ഇന്നലെ ആക്രമിച്ചത്. ഇറാൻ തിരിച്ചടിച്ചതോടെ കപ്പലുകൾ ആക്രമിക്കപ്പെടില്ലെന്ന് ഉറപ്പ് ലഭിക്കുന്നത് വരെ ഒരൊറ്റ കപ്പലും അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമം ഇനി നടത്തില്ല എന്നാണ് ഇന്റർനാഷണൽ മാരിടൈം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ട്രംപ് ഇനിയും ആക്രമണം ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രതികരണം ഇതിനേക്കാൾ രൂക്ഷമായിരിക്കും എന്ന താക്കീതും ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഇറാൻ ഞങ്ങളെ ഫോണിൽ വിളിക്കണം, അതല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം എന്നാണ് വെള്ളിയാഴ്ച വൈകുന്നേരം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായ JD വാൻസ് പറഞ്ഞത്. അമേരിക്ക ഒരുപാട് തവണ ഇറാനെ ഫോണിൽ വിളിച്ചൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇറാനിൽ ആരും ഫോൺ എടുക്കുന്നില്ല. അമേരിക്കയുടെ ഒരു കാര്യവും അവർക്ക് കേൾക്കേണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക എന്ന് വെച്ചാൽ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് പുല്ലുവിലയാണ്. തോറ്റവന്മാർക്കല്ല തന്നെ ഒരിടത്തും വിലയില്ലല്ലോ. അതുകൊണ്ട് ഫോൺ വിളിച്ചാലും എടുക്കുകയില്ല, ഇവരുമായിട്ട് യാതൊരു വിധത്തിലും കോണ്ടാക്ട് ചെയ്യാനും മാർഗമില്ല. ഇതുവഴി പോകുന്ന കപ്പലുകളെല്ലാം ഇറാൻ ആക്രമിക്കുകയും ചെയ്യാണ്. അമേരിക്ക എന്താണ് ചെയ്യേണ്ടത്? അവരുടെ അഭിമാനം അങ്ങേ അറ്റത്തെത്തിയിരിക്കുകയാണ്. ഇറാൻ കുഴിയിലാക്കി അവരുടെ അഭിമാനത്തെ. എന്നിട്ടും അവിടെ ഇട്ട് പിന്നെയും ചവിട്ടുകയാണെന്നുള്ള രസം. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അമേരിക്ക ഇപ്പം ഇറാനെ ആക്രമണം നടത്തുന്നത്. പക്ഷേ ഇറാൻ ഉടനെ തന്നെ തിരിച്ചടിച്ച് അമേരിക്ക പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ ഇപ്പം ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങളും നിബന്ധനകളും പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാവുകയും കപ്പലിന്റെ ഡെക്കിന് കാര്യമായ തകരാറുണ്ടാവുകയും ചെയ്തതോടെ ഹോർമുസ് കടക്കുക എന്നത് കപ്പലുകളെ സംബന്ധിച്ച് അത്ര നിസ്സാരമായ കാര്യമല്ലെന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഇറാൻ ആക്രമിച്ച ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇവിടെ നിന്നും മറ്റേതെങ്കിലും പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് മാറ്റുന്നതിനെ സംബന്ധിച്ച് അമേരിക്ക വളരെ ഗഹനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഈ സൈനിക താവളങ്ങൾ ഇവിടെ നിന്നും മാറ്റുന്നതും ഹോർമുസിൽ ഇറാൻ ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നതും തമ്മിലുള്ള വൈരുദ്ധ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അമേരിക്കയ്ക്ക് യാതൊരുവിധ പവറും ഇല്ലാതെ വരികയാണ്. അവരിവിടെ നിന്ന് കെട്ടി പോകുന്നതിന്റെ ഒരു തുടക്കം തന്നെയാണിത്. ഇറാൻ ലോകത്തിലെ ഏറ്റവും ശക്തരായ 2 സൈന്യങ്ങളുമായി യുദ്ധം ചെയ്ത് വിജയം നേടിയതോടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും എതിർപ്പിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് സ്വന്തമാക്കി അവിടെ പൂർണ്ണ അധികാര നിർദ്ദേശങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ നിർദ്ദേശപ്രകാരം ഇറാന്റെ അനുമതിയില്ലാതെ ഹോർമുസിലൂടെ ഒരു കപ്പലുകൾക്കും കടന്നു പോകാൻ കഴിയില്ല. തന്നെയുമല്ല, കപ്പലുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുകയും കപ്പലിന്റെ പേര്, രാജ്യത്തിന്റെ പതാക, ഇവ പോകുന്ന സ്ഥലം, അതായത് ലക്ഷ്യസ്ഥാനം, ഇവയുടെ എല്ലാം വിവരം ഇറാൻ കസ്റ്റംസിനെ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ ഇറാൻ നിർദ്ദേശിക്കുന്ന സമയവും റൂട്ടും ഈ കപ്പലുകൾ പാലിച്ചിരിക്കണം. അതല്ലെങ്കിൽ മൈനുകളിൽ തട്ടി കപ്പൽ പൊട്ടിച്ചിതറുകയോ അതുമല്ലെങ്കിൽ ഡ്രോൺ ആക്രമണത്തിൽ തകരുകയോ ചെയ്തേക്കാം എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, എല്ലാ കപ്പലുകൾക്കും ടോൾ നിർബന്ധമായിരിക്കും എന്നാണ്. ഇതിലൂടെ ഏകദേശം $40 ബില്യൺ വാർഷിക വരുമാനം നേടാനാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടോളൊന്നും കൊടുക്കാതെ അനുമതിയില്ലാതെ കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ ആക്രമിക്കുകയോ തടയുകയോ അതല്ലെങ്കിൽ തിരിച്ചയക്കുകയോ ഒക്കെ ചെയ്യുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ ദിവസം 3 വിദേശ കപ്പലുകളെയാണ് ഇറാൻ തിരിച്ചയച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാവരെയും നോക്കി നിർത്തി ഇറാൻ ഹോർമുസ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. യാതൊരു ഗതിയുമില്ലാതെ അലഞ്ഞു തിരിയുന്ന അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ സൈന്യത്തെയും സൈനിക കേന്ദ്രങ്ങളെയുമെല്ലാം
ഏതെങ്കിലും പടിഞ്ഞാറൻ ഭാഗത്തേക്ക് മാറ്റുക എന്ന ലക്ഷ്യമാണുള്ളത്. ഈ പടിഞ്ഞാറൻ ഭാഗം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇസ്രയേൽ അതല്ലെങ്കിൽ ജോർദാനാണ്. ഇത് വളരെ ദൂരെയാണ് എന്നാണ് അമേരിക്ക ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ 4000 കിലോമീറ്റർ ദൂരമുള്ള ഡീഗോഗാഷ്യ ദ്വീപിലേക്ക് മിസൈലുകൾ അടിച്ച് കാണിച്ചു കൊടുത്ത ഇറാനെ സംബന്ധിച്ച് 2000 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഇസ്രയേലോ ജോർദാനോ ഒന്നോ ഒരു പ്രശ്നമല്ല എന്നുള്ള കാര്യവും വ്യക്തമാണ്. അമേരിക്ക ഇത് ചെയ്യുന്നത് ക്രമേണ എല്ലാ സൈനിക കേന്ദ്രങ്ങളെയും പശ്ചിമേഷ്യയിൽ നിന്നും പിൻവലിക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് എന്നാണ് കരുതപ്പെടുന്നത്. കാരണം ഇറാനെ ഭയന്ന് ഖത്തർ, സൗദി തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പുതിയ സംരക്ഷണ കരാറൊന്നും നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അവർക്കത് വേണ്ട എന്നാണ് പറയുന്നത്. ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയൊക്കെ ഭീഷണി കാരണമാണ് ഇത്രയും നാൾ ഈ അറബ് രാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്ക് സംരക്ഷണ പണം നൽകിയിരുന്നത്. അതിൽ ഇസ്രായേൽ എന്നത് അമേരിക്കൻ പക്ഷത്തുള്ള ആളായതുകൊണ്ട് ഒട്ടും ഭയക്കേണ്ടതില്ല. പക്ഷേ ഇറാൻ അങ്ങനെയല്ല. ഇറാൻ അടിച്ചു കഴിഞ്ഞാൽ ഇറാനെ പ്രതിരോധിക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടി അമേരിക്കയുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക വെച്ച വലിയ തുക ഇത്രയും കാലം ഈ അറബ് രാജ്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഖത്തർ അമേരിക്കയുടെ ഒരു എയർഫോഴ്സ് 1 വിമാനം തന്നെയാണ് കൊടുത്തത്. എന്നാൽ അമേരിക്കയ്ക്ക് വെറുതെ ഇങ്ങനെ കാശ് കൊടുക്കുന്നതിലും നല്ലത് ഇറാനുമായി ഒരു സൗഹൃദത്തിലാവുന്നതാണ് നല്ലത് എന്ന ബോധ്യമാണ് ഇപ്പോൾ അറബികൾക്കുണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് പുതിയ കരാറുകൾ ഇല്ലാതായി കഴിഞ്ഞാൽ അമേരിക്ക ഇവിടുന്ന് പതുക്കെ സ്ഥലം വിട്ടുകൊള്ളും എന്നും ഇവർക്കും അറിയാം. ഇസ്രായേൽ തലപൊക്കുകയുമില്ല. ഇനി അഥവാ ഇസ്രായേൽ തലപൊക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഇസ്രായേലിനെ തല്ലിപ്പൊളിച്ച് പെട്ടിയിലാക്കുകയും ചെയ്യാം. ഇങ്ങനെ ഒരു കൂടിയാലോചനയാണ് ഇപ്പോൾ GCC രാജ്യങ്ങളുടെ നേതാക്കന്മാർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. അവർ ഇറാനുമായി സൗഹൃദത്തിലാവാനുള്ള പല രാജ്യങ്ങളും ഇറാനുമായി ഇപ്പോൾ സൗഹൃദം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വരവും പോക്കും എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ മന്ത്രിമാരെല്ലാം ഇപ്പോൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേസമയം തങ്ങളുടെ ആത്മീയ നേതാവായ ഇമാം ആയത്തുള്ള അലി ഖാംനെയുടെ കൊലപാതകം ഒരിക്കലും ഞങ്ങൾ മറക്കില്ലെന്നും പൊറുക്കില്ലെന്നും ഇറാൻ ഇന്നലെ പ്രതിജ്ഞ എടുത്തത് ഇസ്രായേലിനുള്ള താക്കീതായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇനി ഇറാന് ട്രംപ് എന്തൊക്കെ കൊടുക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഇസ്രായേലിനെ ഇറാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല എന്ന കാര്യവും വ്യക്തമാണ്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.